ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജനനായകന്റെ സെൻസറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും പിന്നെ നമ്മുടെ നിവിൻപോളിയുടെ സർവ്വമായ എന്ന സിനിമയിലെ 4 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനും എത്ര ഉണ്ടെന്ന് പറയാം. സർവ്വമായ സിനിമയുടെ ആകെ 4 ദിവസത്തെ കളക്ഷൻ എത്ര ഉണ്ടെന്ന് നോക്കാം. സിനിമ ആദ്യ ദിവസം തന്നെ 8.3 കോടിയാണ് കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ ആയപ്പോൾ സിനിമയ്ക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 10.75 കോടിയാണ് സെക്കൻഡ് ഡേയിൽ സിനിമയ്ക്ക് കിട്ടിയത്. തേർഡ് ഡേയിലേക്ക് നോക്കിയാൽ 12.90 ലക്ഷവും. അങ്ങനെ ആകെ മൊത്തം 3 ദിവസത്തെ കളക്ഷൻ എത്ര നോക്കിയാൽ എറൗണ്ട് 32 കോടിയോളമാണ് സിനിമ കളക്ട് ചെയ്തത്. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് സിനിമയ്ക്ക് കളക്ഷൻ പിന്നെയും കൂടിയിട്ടേ ഉള്ളൂ. എറൗണ്ട് 13 കോടിയോളം കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ 4 ദിവസം കൊണ്ട് 45 കോടിയോളം കളക്ട് ചെയ്യും. ആകെ 3 ദിവസം കൊണ്ട് തന്നെ സിനിമ ഓൾറെഡി ഹിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമ 50 കോടിയോളം കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറും. ജനനായകൻ തലപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് തലപതിയുടെ കരിയറിലെ അവസാനത്തെ സിനിമ. പുള്ളി പൂർണ്ണമായിട്ട് സിനിമ നിർത്തിയെന്ന് പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും തിരിച്ചു വരുമായിരിക്കും. പിന്നെ സിനിമയുടെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെ ഡ്യൂറേഷനെ പറ്റി ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. 3 മണിക്കൂർ 5 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ ആയിട്ട് പറയുന്നത്. 3 മണിക്കൂറൊക്കെ ഒരുപാട് ലാഗ് അടിക്കുന്നൊന്നും വിചാരിക്കേണ്ട. 2 മണിക്കൂർ 45 മിനിറ്റോളം സിനിമ. ബാക്കിയുള്ള 20 മിനിറ്റ് തലപതിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുകയാണ്. അപ്പൊ തിയേറ്ററിൽ നടക്കുമ്പോൾ കരഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. പിന്നെ സിനിമയുടെ സെൻസറിംഗ് ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. US സർട്ടിഫിക്കറ്റ് ആണ് മൂവി ടീം പ്രതീക്ഷിക്കുന്നത്. സെൻസർ ബോർഡ് പറയുന്നത് US തരാൻ പറ്റില്ല, A സർട്ടിഫിക്കറ്റിനുള്ള പടമാണിതെന്ന്. കാരണം എന്തെന്ന് നോക്കിയാൽ തലപതിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമയായിരുന്നു ലിയോ. അതിനേക്കാൾ എക്സ്ട്രീം ലെവൽ വയലൻസ് ഉള്ളതുകൊണ്ട് US സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്നാണ് സെൻസർ ബോർഡ് പറയുന്നത്. ഇനി മൂവി ടീമാണ് തീരുമാനം എടുക്കേണ്ടത്. സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടെങ്കിൽ സെൻസർ ചെയ്യുമ്പോൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇനിയിപ്പോൾ US സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടെങ്കിൽ എന്തായാലും കട്ട് ചെയ്താൽ പറ്റത്തുള്ളൂ. മിക്കവാറും US സർട്ടിഫിക്കറ്റ് ആയിരിക്കും മൂവി കിട്ടാൻ പോകുന്നത്. ഫാമിലി ഓഡിയൻസിന് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് UAക്ക് വേണ്ടി തന്നെ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതിൽ നല്ലൊരു വീഡിയോ എത്താം. അതുവരേക്കും ബൈ.